ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ചെയർമാൻ ജന്മഭൂമി ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ്, ശ്രീ എം രാധാകൃഷ്ണൻ, മാനേജിംഗ് ഡയറക്ടർ ജന്മഭൂമി, ശ്രീ മോഹനൻ കുന്നുമേൽ, വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ശ്രീ എം മാധവൻ നമ്പിയാർ IAS, ഫോർമർ സെക്രട്ടറി സിവിൽ ഏവിയേഷൻസ്, ശ്രീമതി ആർ ശ്രീലേഖ IPS, ഫോർമർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ശ്രീ എസ് ഗോപിനാഥ് IPS, റിട്ടയർഡ് IG ആൻഡ് ഫോർമർ ഇന്ത്യൻ വോളിബോൾ ഇന്റർനാഷണൽ, ശ്രീ അനിൽകുമാർ പണ്ടാല MD എന്റർപ്രൈസസ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫോർമർ ചെയർമാൻ റെഡ് ക്രോസ് കേരള, ശ്രീ S രാജശേഖരൻ നായർ, ചെയർമാൻ ജനംജീവി, ശ്രീ G സുരേഷ് കുമാർ, വൈസ് ചെയർമാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ശ്രീ P ശ്രീകുമാർ, ഓൺലൈൻ എഡിറ്റർ ജന്മഭൂമി, ബഹുമാന്യരായ നേതാക്കളെ, പത്രപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ആദ്യമായി ഇന്ത്യയുടെ അഭിമാനം കാത്ത് സൂക്ഷിച്ച നമ്മുടെ സേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. അമ്പത് വർഷം മുമ്പ് ഈ കേരളത്തില് ഒരു പത്രം പിറന്നു വീഴും. അതുവരെയും കണ്ട പത്ര രീതികൾക്ക് വ്യത്യസ്തമായി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊള്ളു. അതുപോലെ തന്നെ രാജ്യസ്നേഹത്തില് ഉറച്ചു നിന്നുകൊള്ളു. ഒരു പത്രം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പത്രം. അതാദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് പൂട്ടിക്കുകയാണ് ഉണ്ടായത്. എല്ലാ കാലഘട്ടത്തിലും പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവന് തന്നെയാണ് അത് പൂട്ടിച്ചത്. ഇപ്പോഴും പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പത്ര സ്വാതന്ത്ര്യമാണ്, മീഡിയ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ പ്രേമികളുടെ യഥാർത്ഥ സ്വഭാവം ആദ്യം മനസ്സിലാക്കിയത് ജന്മഭൂമിയാണ്. PVK നെടുങ്ങാടിയും അതുപോലെ തന്നെ ദത്താത്രേയ റാവുജി, ഇവരെയൊക്കെ തന്നെ ചെറുപ്പത്തില് എനിക്ക് പരിചയമുണ്ട്. റാവുജി വിട്ടുപിരിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഈ 50 വർഷത്തിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. ധീരമായിട്ട് നിന്നവര്, നമ്മളെ വിട്ടുപോയവർ, അവരെയെല്ലാം ഞാൻ ആദ്യമായിട്ട് സ്മരിക്കുകയാണ്. അവരുടെ ധീരതയാണ്, കഷ്ടപ്പാടാണ് ഈ പത്രത്തെ ഈ രീതിയിലേക്ക് നയിച്ചത്, വളർത്തിയത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ, എന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത് ജന്മഭൂമിയാണ്. ജന്മഭൂമി എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നയരൂപീകരണം നടക്കുന്നത്. ആ രീതിയിലേക്ക് വളരാൻ വേണ്ടി ജന്മഭൂമിക്ക് സാധിച്ചു. യാദൃശ്ചികമായിരിക്കാം എന്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് രൂപം വീണത് 50 വർഷങ്ങൾക്ക് മുമ്പാണ്. 1975 തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ചിന്തകൾക്ക്
രൂപമുണ്ടായി. അത് പത്രസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 14-കാരന്റെ ചിന്തയിൽ നിന്നാണ് അതുണ്ടായത്. ഞാൻ എൻ്റെ വായന തുടങ്ങിയത് കോമിക്കുകൾ വായിച്ചിട്ട്. ഇന്നത്തെ കുട്ടികൾ വായിക്കുന്ന ഇംഗ്ലീഷിലുള്ള പുസ്തകമായിട്ടുള്ള കോമിക്കുകളല്ല. ടാർസനും പാൻഡവും മാൻഡ്രേക്കും ഒക്കെ 3-4 കോളമായിട്ട് പത്രങ്ങളിൽ വരുന്ന ആ കോമിക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അങ്ങനെ ജനകീയരായിട്ടുള്ള പോപ്പുലർ നോവലിസ്റ്റുകളുടെ പുസ്തകങ്ങൾ അങ്ങനെ വായിച്ച് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ പത്രങ്ങളിൽ വരുന്ന ഏടുറ്റ നോവലുകൾ ഞാൻ വായിക്കുമായി. അങ്ങനെ എസ് കെ പൊറ്റക്കാടിന്റെ കുരുമുളക് എന്നുള്ള നോവല് കണ്ടശയായിട്ട് ഞായറാഴ്ചകൾ വരുന്നത് ഞാൻ വായിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച 1975 എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞായറാഴ്ചയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച. അങ്ങനെയാണ് എങ്കിൽ 1975 ജൂൺ മാസം 29-ാം തീയതിയാണ്. ആ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഈ നോവല് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തതിന് ഖേദിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരുന്നത്. എനിക്കൊന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ ചോദിച്ചു, എന്താണ് നോവല് പ്രസിദ്ധീകരിക്കാൻ പാടില്ല? അപ്പോ എൻ്റെ പിതാവും അതുപോലെ തന്നെ സഹോദരങ്ങളും പറഞ്ഞു, ഇനി എല്ലാ കാര്യങ്ങളും കളക്ടർ വായിച്ചിട്ട് പ്രസിദ്ധീകരിക്കും. കളക്ടർ വായിച്ചിട്ട് എന്ത് ന്യൂസും പ്രസിദ്ധീകരിക്കും. മാത്രമല്ല, ഒരു 14-കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കളി. കൂട്ടുകാരോടൊപ്പം കളിക്കുക. എൻ്റെ വീടിനടുത്തുള്ള ഒരു വഴിയുടെ കൈവഴിയിൽ, അതായത് നാട്ടു റോഡിൽ കളിക്കുകയും മെയിൻ റോഡിലെ നാൽക്കവലയിൽ വൈകുന്നേരം പോയിരിക്കുകയും കൂട്ടുകാരായിട്ട് സംസാരിക്കുകയും 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ പ്രക്രിയ. അപ്പൊ അവര് പറഞ്ഞു, ഇനി അത് പാടില്ല. ഇനി വഴിയിൽ പോയി അവിടെ എങ്ങനെ ഇരുന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. അപ്പൊ ഒരു കൗമാരക്കാരനുണ്ടാകുന്ന വികാരത്തിൽ നിന്ന് പത്രസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും എന്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെതിരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഇത് ജന്മഭൂമിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ നയിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് പത്രങ്ങള്, മാധ്യമങ്ങള് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. പല പത്രങ്ങളും നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള പത്രങ്ങള്, ദിശാബോധം കൊടുത്ത പത്രങ്ങള്. ആ പത്രങ്ങളിൽ നിന്നാണ് രാജ്യസ്നേഹത്തിന്റെ ആ കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങള് സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തത്. അങ്ങനെ ദിശാബോധം കൊടുത്ത പത്രങ്ങള് ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ആ പത്രത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സമരങ്ങൾ ചെയ്തവരുണ്ട്. അത് പിന്നീട് അത് സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ചവരുമുണ്ട്. പക്ഷേ ദിശാബോധം കൊടുത്തവരാണ്, നയിച്ചവരാണ് ഇവിടുത്തെ പത്രങ്ങൾ. അത് നമ്മൾ സ്മരിക്കണമല്ലോ. എന്ന് ജന്മഭൂമി ചെയ്യുന്ന അതേ കർമ്മം, അതേ ഡ്യൂട്ടി പല പത്രങ്ങളും നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് നാടുകടത്തപ്പെട്ടവരുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ സ്മരിക്കുകയാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം കക്ഷി രാഷ്ട്രീയം വന്ന അവസരത്തില് അധികാരത്തിനും പണത്തിനും വേണ്ടി ഭരണാധികാരികളെ പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പത്രങ്ങൾ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ഈനാമ്പേച്ചിയുടെ കഥകള് എല്ലാ ദിവസവും എഴുതിയ, മാസങ്ങളോളം എഴുതിയ
പത്രങ്ങൾ എവിടെയുണ്ട്? ആ ഭരണാധികാരികളെ വാനോളം പുകഴ്ത്തിയ പത്രങ്ങൾ എവിടെയുണ്ട്? പക്ഷെ ആ സമയത്ത് ജന്മഭൂമി പടവെട്ടുകയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടുകയായിരുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പല പത്രങ്ങൾക്കും വലിയ മാധ്യമ അവകാശത്തെ പറ്റിയുള്ള ബോധമാണ്. അവരെന്ത് കണ്ടാലും മാധ്യമ അവകാശം വേണം എന്ന് പറഞ്ഞ് ഉറവിളി കൂട്ടുന്നു. ഈ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യമുള്ളത്. അതില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്കറിയുമോ, വിദേശങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചു ഒരു ഫോട്ടോയുണ്ട്. അർണബ് ഗോസ്വാമി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ വലിച്ചു വെച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന ആ വീഡിയോ അത് വിദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു. ഇതാണ് മോഡിയുടെ കാലഘട്ടത്തിലെ പത്രസ്വാതന്ത്ര്യമെന്ന്. 2020 നവംബർ മാസം 4-ാം തീയതി അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത് വലിച്ചു വെച്ച് മർദ്ദിച്ച് ക്രൂരമായിട്ട് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കാണുകയുണ്ട്. അതാരാണ് ചെയ്തത്? ബോംബെയില്, മഹാരാഷ്ട്രയില് ആരാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്? അന്ന് കോൺഗ്രസ് അല്ലേ, അവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? അത് കാണിച്ചിട്ട് വിദേശത്ത് പറയുന്നു ഇതാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ആ രീതിയിലേക്ക് അധപ്പതിക്കുകയാണ് മാധ്യമങ്ങൾ. ഇവിടുത്തെ എത്ര പത്രപ്രവർത്തകർ ആ കാലഘട്ടത്തില് അർണബ് ഗോസ്വാമിക്ക് വേണ്ടി ശബ്ദിച്ചു? എല്ലാവരും പഠിച്ചിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞു അയാൾക്കത് വേണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? സർക്കാരിന്റെ ചില നയങ്ങളെ പിന്തുണച്ചു, രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില നയങ്ങളെ പിന്തുണച്ചു. അവരുടെ ആ മീഡിയയുടെ എല്ലാ നയങ്ങളെയും ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം നമ്മളെ അംഗീകരിക്കുന്നവരെ മാത്രം നമ്മൾ വളരെ അനുവദിക്കുകയാണെങ്കിൽ എന്ത് പത്രസ്വാതന്ത്ര്യം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായി? ഒരു പത്രപ്രവർത്തകൻ ആരുമാകട്ടെ, ഷാജൻ സ്കറിയ, അദ്ദേഹത്തെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിച്ചു വെച്ചുകൊണ്ടുപോയി ഷർട്ടിടാതെ ഇരുത്തി അദ്ദേഹം നിലത്ത് കുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നാളെ ഒരിക്കലും ഇത് വിദേശങ്ങളിൽ കൊണ്ടുപോയി കാണിക്കും. ഇതാണ് മോഡിയുടെ നാട്ടിലെ പത്രസ്വാതന്ത്ര്യം എന്ന് പറയും. ആ പത്രപ്രവർത്തകന്റെ പത്രപ്രവർത്തനത്തോട് എനിക്കങ്ങനെ യോജിപ്പൊന്നുമില്ല. അദ്ദേഹം, ഞാൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ പേര് മാറ്റിയിട്ടിട്ടുണ്ട്, വളരെ നികൃഷ്ടമായിട്ട് വിമർശിച്ചിട്ടുള്ള പത്രപ്രവർത്തകനാണ്. അതേ രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്, വാക്കുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരെ പുകഴ്ത്തുകയും ചില നേതാക്കന്മാരെ ഇകഴ്ത്തുകയും ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതാണ്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിനെ നമുക്ക് എതിർക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ക്രൂരമായിട്ട് മർദ്ദിച്ച് വലിച്ചു വെച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് നികൃഷ്ടമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അത് പത്രസ്വാതന്ത്ര്യത്തിനെതിരെ. അതിനെ ഞാൻ എതിർക്കുക. അദ്ദേഹം എന്തും പറയട്ടെ, അദ്ദേഹം എന്തും എഴുതട്ടെ, അദ്ദേഹം എന്തും അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പറയട്ടെ. തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പത്രപ്രവർത്തകർക്ക്. അതിനെ എതിർക്കുവാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. പക്ഷേ അർണബ് ഗോസ്വാമിയെയും അതുപോലെ തന്നെ ഷാജൻ സ്കറിയയെയും ദ്രോഹിച്ചതുപോലെ BJPയുടെ ഭരണ കാലഘട്ടത്തില് ഒരു പത്രപ്രവർത്തകനെയും ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. മോഡിയുടെ കാലഘട്ടത്തിൽ, നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയില് പത്രക്കാരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഡി വിരുദ്ധ സംസ്ഥാന സർക്കാരുകളാണ്. നിങ്ങൾ പോകൂ, ബംഗാളിലേക്ക് പോകൂ.
ബംഗാളിൽ എന്താണ് ഭീഷണി? എഴുതാൻ സമ്മതിക്കില്ല, മിണ്ടാൻ സമ്മതിക്കില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അതുപോലെ ഓരോ സ്റ്റേറ്റുകളും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജന്മഭൂമിയുടെ ദൗത്യം എന്ന് പറയുന്നു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, രാജ്യത്തെ ശരിയായിട്ടുള്ള ദിശയിലൂടെ നയിക്കുക എന്നുള്ളതാണ്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം, മയക്കുമരുന്ന് ഇന്ന് മാനവ സമുദായത്തിന് തന്നെ, മാനവികതയ്ക്ക് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, യുവാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇതിനടിമപ്പെട്ടിട്ടില്ല. ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ നന്മയെ ആദ്യം അംഗീകരിച്ചു. കാരണം ഇവിടെ 2 കോടി ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ. 65% ജനസംഖ്യ എന്ന് പറയുന്നത് 35 വയസ്സിൽ താഴെയുള്ളവരാണ്. 2 കോടിയുണ്ട് കേരളത്തില്. അതിലേതാനും ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും നന്മയുടെ അടിസ്ഥാനത്തില്, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തില് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഈ മയക്കുമരുന്നിനെ പറ്റി വളരെ കൂടുതൽ പറയുന്ന ഈ അവസരത്തിൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ മക്കള് അവനൊരു കുഴപ്പമില്ല. ആ പ്രായത്തിൽ എന്നിലുണ്ടായിരുന്ന ഗുണങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങൾ അവനുണ്ട്, മൂല്യങ്ങൾ അവനുണ്ട്. എല്ലാ മാതാപിതാക്കളും പറയുന്നതാ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 1000 പേരോട് ചോദിച്ചാലും അത് പറയുക തന്നെ ചെയ്യും. നമ്മുടെ മക്കള് ആ രീതിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവരെല്ലാം തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടല്ലേ പോയത്. അവര് എന്റെ അടുക്കൽ, ഞാൻ വൈസ് ചെയർമാനായിരുന്ന അവസരത്തിൽ ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമുണ്ട്, ഒരു കന്യാസ്ത്രീയുമുണ്ട്. ആ പെൺകുട്ടി ഏതാണ്ട് അബോധാവസ്ഥയിൽ എന്ന പോലെ എന്നോട് പറഞ്ഞു, 7ാം ക്ലാസ്സിലായപ്പോൾ മിഠായി തന്നോ, 8ാം ക്ലാസ്സിലായപ്പോൾ ജ്യൂസ് തന്നോ, 9ാം ക്ലാസ്സിലായപ്പോൾ പൈസ ചോദിച്ചു. പൈസ ഞാൻ കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. 10ാം ക്ലാസ് ആ സമയമായപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് അടിമയായി. ആ കുട്ടിയുടെ ആ മാറ്റത്തിന് ആ കുട്ടിയാണോ ഉത്തരവാദി? സമൂഹമല്ലേ? സമൂഹത്തിനൊരു കടമയില്ലേ? ഇവിടുത്തെ സമൂഹത്തിനൊരു കടമയുണ്ട്. ഞാൻ ആ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയില്ല. ആ PTA ഉണ്ട്, അവിടുത്തെ ജനങ്ങളുണ്ട്, ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെയല്ലേ പിന്നീട് അതിന്റെ വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ കൂടിയപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ യുവത്വത്തിന്റെ നന്മയും മൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയെ നമ്മൾ നേരിടണം. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന മാനസികാവസ്ഥ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിന്, ജന്മഭൂമിയുടെ പോരാട്ടത്തിന് ഞാൻ തീർച്ചയായിട്ടും പിന്തുണയ്ക്കുകയാണ്. എല്ലാ രീതിയിലുമുള്ള ഈ ജന്മഭൂമിയുടെ പോരാട്ടങ്ങൾ, രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അതിനെയെല്ലാം പിന്തുണച്ചു, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും ഈ രാജ്യം പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ, സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ, അതിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. അന്താരാഷ്ട്ര തലത്തില് ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ സംഭവിക്കും. എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഓരോ പൗരന്മാരും പടയാളികളായിട്ട് മാറുവാൻ വേണ്ടി, ഭാരതാംബയുടെ പടയാളികളായിട്ട് മാറുവാൻ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. മാനസികമായിട്ട്, ശാരീരികമായിട്ട് ആ സാമൂഹിക മാനസികാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമം വേണം. അതിന് നമ്മളെ ജന്മഭൂമി നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.